എയ്ഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആദ്യം എൻ്റെ മുത്തുകളോട് പറയാനുള്ളത്, ഇത് ഓൾറെഡി ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, വെറുതെ സമയം കളണ്ട, സമയം മൂല്യമാണ്. പൊക്കോളൂ. വെയിറ്റ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാണ്ട്, വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് പോവുക. പിന്നെ രാത്രി ലൈവ് ഉണ്ട്, ലൈവിന് കൃത്യമായിട്ട് എത്തണം. ഇനി ഇതറിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിവിടെ കൃത്യമായിട്ടിരിക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിൻ്റെ പേരാണ്. അത് HIV വൈറസ്. എന്താണ് പേര്? HIV വൈറസ്. ജസ്റ്റ് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, HIV വൈറസ്. അതാണ് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ പേര്. ഇനി രണ്ടാമത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഈ ചിത്രം തരും, ഇത് ആരാ ചോദിക്കും. അപ്പൊ എന്റെ മുത്തുകൾ പറയണം, അത് HIV വൈറസ്. ആരാണ്? HIV വൈറസ്. മൂന്നാമത് ഇവിടുന്ന് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചാൽ, HIV വൈറസ് അറ്റാക്ക് ചെയ്യുന്ന സെല്ല് ഏത്? അതായത് ശരീരത്തിലെ ഏത് സെല്ലിനെയാണ്, ഏത് കോശത്തെയാണ് HIV വൈറസ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അത് ആരെ അറ്റാക്ക് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ലിംഫോസൈറ്റിനെയാണ് അറ്റാക്ക് ചെയ്യുക. ആരെ അറ്റാക്ക് ചെയ്യുക? ലിംഫോസൈറ്റ്. എന്താണ്? ലിംഫോസൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ കാര്യത്തിലോട്ട് എടുക്കാം. അതായത് നമ്മളെ ബോഡിയിൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരാളുണ്ട്. അയാളാണ് ആര്? ഈ ലിംഫോസൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിംഫോസൈറ്റ്. ഓക്കെ, അപ്പോൾ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയുണ്ട്. അതാണ് ആര്? ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ആര്? ലിംഫോസൈറ്റ്. ആരാണ്? ലിംഫോസൈറ്റ്. ഈ ലിംഫോസൈറ്റിനെ വന്നിട്ടാണ് ആര് അറ്റാക്ക് ചെയ്യുക? HIV വൈറസ് അറ്റാക്ക് ചെയ്യുക. ആരറ്റാക്ക് ചെയ്യുക? HIV വൈറസ് അറ്റാക്ക് ചെയ്യുക. HIV വൈറസ് അറ്റാക്ക് ചെയ്യാന്ന് മാത്രമല്ല ഈ ലിംഫോസൈറ്റിന്റെ ജനറ്റിക് മെക്കാനിസം, അതിന്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? HIV വൈറസ് എന്നിട്ട് ഇങ്ങനെ പെറ്റുപെരുക്കും. കാരണം വൈറസിന് സ്വന്തമായിട്ട് പെറ്റുപെരുകാൻ എന്തില്ല, ഒരു സെറ്റപ്പ്, ഒരു ടെക്നിക്ക്, ഒരു റീപ്രൊഡക്ഷൻ മെക്കാനിസം ഒന്നുമില്ല. അതുകൊണ്ട് ഈ വൈറസ് എന്ത് ചെയ്യുന്ന അറിയോ? ലിംഫോസൈറ്റിന്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ആ ലിംഫോസൈറ്റിന്റെ ജനറ്റിക് മെക്കാനിസം അല്ലെങ്കിൽ ലിംഫോസൈറ്റിന്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ പെറ്റുപെരുകും. ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമാകുന്ന ഈ HIV വൈറസ് എന്ത് ചെയ്യുന്നു? പെരുകുന്നു. HIV വൈറസ് എന്ത് ചെയ്യുന്നു? പെരുകുന്നു. HIV enters the body and multiplies using genetic mechanism of lymphocyte. ലിംഫോസൈറ്റിന്റെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ട് അതങ്ങനെ പെറ്റുപെരുകും. സ്വാഭാവികമായിട്ടും അതിൻ്റെ എണ്ണം കൂടും, വൈറസിന്റെ എണ്ണം കൂടും. പക്ഷെ എന്തിൻ്റെ എണ്ണം കുറയും? ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയും. അതെ. അപ്പം എന്ത് ചെയ്യും? ഡിക്രീസസ് കൺസിഡറബിളി ആൻഡ് സോ ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ഡിക്രീസസ് കൺസിഡറബിളി. ഓക്കെ, ലിംഫോസൈറ്റിന്റെ എണ്ണം എന്ത് ചെയ്യും? ഗണ്യമായി കുറയും. ലിംഫോസൈറ്റിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞാൽ എന്താ പ്രശ്നം? ഈ ലിംഫോസൈറ്റാണ് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി തരുന്നത്. അതിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി അയാൾക്ക് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് ഭയങ്കര സീനായി മാറും, ഡ്രെഡ്ഫുള്ളായി മാറും, മാരകമായിട്ടുള്ള ഭയങ്കര ഭീമാകാരമായിട്ടുള്ള രോഗമായി മാറും. ഓക്കെ, ഈ ഒരു പോയിന്റാണ് നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടുന്ന് വരുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എയ്ഡ്സ് മാരകമായൊരു രോഗമാണ്, ഡ്രെഡ്ഫുൾ ഡിസീസാണ്. വൈ എന്നൊരു ചോദ്യം വരും. അപ്പോൾ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എൻ്റെ മുത്തുകൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, HIV വൈറസ് അറ്റാക്ക് ചെയ്യുന്ന കോശം ഏതെന്ന് ചോദിച്ചാൽ അത് ലിംഫോസൈറ്റ് ആണ്. ആ ഒരു പോയിന്റ് എന്ത് ചെയ്യണം? നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ ഈ ലിംഫോസൈറ്റിൻ്റെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ട് HIV മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് രണ്ടാമത്തെ പോയിന്റ്. അങ്ങനെ HIV മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി HIVന്റെ എണ്ണം കൂടും, ലിംഫോസൈറ്റിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. ലിംഫോസൈറ്റിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യും? കുറയും. ഇതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ട പോയിന്റ്. ഇനി നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക, അങ്ങനെ ഒരാളുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെ ഏത് മണ്ടഗുണാപ്പി പാത്തജൻസിനും അയാളുടെ ബോഡിയിൽ ഈസിലി വന്നിട്ട് അറ്റാക്ക് ചെയ്തൂടെ? കാരണം അയാൾക്ക് എന്തില്ല? രോഗപ്രതിരോധ ശേഷി ഇല്ല, ഇമ്മ്യൂണിറ്റി ഇല്ല. പിന്നെ ഏത് ചെറിയ കുഞ്ഞു മണ്ടഗുണാപ്പി ഒരു പൊട്ട ബാക്ടീരിയക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഈ വേരിയസ് അതർ പാത്തജൻസ് വിച്ച് എൻ്റർ ദ ബോഡി ഇൻ സച്ച് എ സിറ്റുവേഷൻ മേക്ക് ദ കണ്ടീഷൻ വെരി സീവിയർ. ഓക്കെ, അങ്ങനെ ഏത് പാത്തജൻസിനും ഈസി ആയിട്ട് കയറി കണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു കണ്ടീഷൻ ഭയങ്കര എന്ത് ചെയ്യാൻ പറ്റും? സീരിയസ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് എയ്ഡ്സ് വന്ന ആളുകളൊന്നും എയ്ഡ്സ് വന്നുകൊണ്ടല്ല മരിക്കണത്, വേറെ എന്തെങ്കിലും രോഗം കൊണ്ടായിരിക്കും മരിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കട്ടോ, ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാസിൽ സാറിന് എയ്ഡ്സ് വന്നു. ഓക്കെ, എന്നിട്ട് ഫാസിൽ സാർ മരിച്ചു വിചാരിച്ച്. എന്നിട്ട് മരിച്ചപ്പോൾ മരണ റിപ്പോർട്ടിൽ ഫാസിൽ സാറിന് ഡിഫ്തീരിയ വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ അയാൾക്ക് എയ്ഡ്സ് ഉണ്ടായിട്ടല്ലേ സാർ മരിച്ചത്? അല്ല. അതെന്താ ഡിഫ്തീരിയ വന്ന് മരിച്ചത്? എന്താ കാരണം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റി പറ്റണം കുറയും. ഇമ്മ്യൂണിറ്റി ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ബോഡിയിൽ ഏത് പാത്തജൻസിനും എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പം മേ ബി ഡിഫ്തീരിയൻ്റെ ബാക്ടീരിയക്ക് ഈസിലി അറ്റാക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു ജലദോഷത്തിൻ്റെ വൈറസിന് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും സിമ്പിളായുള്ള ഏതെങ്കിലും രോഗത്തിൻ്റെ ഒരു പാത്തജൻസിനും ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ രോഗം വന്ന് കണ്ടേക്കാൻ മേ ബി എന്ത് ചെയ്യണം? മരിക്കാൻ ചാൻസ് ഉണ്ടാവുക. പക്ഷേ ആക്ച്വലി നമുക്ക് അവിടെ എന്തുണ്ട്? എയ്ഡ്സ് ഉണ്ടായത് കൊണ്ടാണ് ഈ രോഗം കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് തട്ടിപ്പോകുന്നത്. അല്ലെങ്കിൽ നമ്മളങ്ങനെ ഇപ്പോൾ ചെറിയൊരു ജലദോഷത്തിൻ്റെ
വൈറസ് നമ്മളെ ബോഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ മരിച്ചു പോകില്ല. പക്ഷേ എയ്ഡ്സ് ഉള്ള ഒരാളുടെ ബോഡിയിൽ ജലദോഷത്തിൻ്റെ വൈറസ് കയറിയാൽ പോലും മേ ബി എന്ത് ചെയ്യാൻ പറ്റും, സീരിയസ് ആവാം. കാരണം അയാൾക്ക് എന്തില്ല, ഇമ്മ്യൂണിറ്റി ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഇനി രണ്ടാമത് ഇവിടുന്ന് പഠിക്കേണ്ടത് എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരും. വളരെ സിമ്പിളാണ്. എയ്ഡ്സ് എങ്ങനെ പകരുക എന്ന് ചോദിച്ചാൽ 4 മെത്തേഡ് ത്രൂവാണ് പ്രധാനമായിട്ടും എയ്ഡ്സ് പകരുക. ഒന്ന്, സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, അതായത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. അങ്ങനെ തന്നെ എഴുതിയേക്കണം പരീക്ഷയ്ക്ക്. ചില ആൾക്കാർ ത്രൂ സെക്ഷൽ കോണ്ടാക്ട്, ലൈംഗിക ബന്ധത്തിലൂടെ, അങ്ങനെ എഴുതിച്ചു പോരും, അതിന് മാർക്കില്ല. ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് പകരുകയാണെങ്കിൽ ലോകത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് എയ്ഡ്സ് വരണം, എന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ തന്നെ എഴുതിയേക്കണം, HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, അങ്ങനെ തന്നെ എഴുതിയേക്കണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ 2 ആൾക്കും എയ്ഡ്സ് ഇല്ല, ഞങ്ങൾ 2 ആളും സെക്സ് ചെയ്തു എന്നെഴുതിയിട്ട് എയ്ഡ്സ് പകരുമോ? ഇല്ല. ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടാവണം, എങ്കിലും എന്തേ ഉണ്ടാവുള്ളൂ, എയ്ഡ്സ് പകരുള്ളൂ. ഇനി അതേപോലെ തന്നെ ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീച്ചേഴ്സ്, HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭശിശുവിലേക്ക്, വെറുതെ അമ്മയിൽ നിന്നും ഗർഭശിശുവിലേക്ക് അങ്ങനെ എഴുതിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ എന്നും ഡെയിലി ഇഷ്ടംപോലെ ആളുകൾക്ക് എന്തുണ്ടാകുന്നുണ്ട്, കുട്ടി ഉണ്ടാകുന്നുണ്ട്, എന്ന രീതിയിൽ ഓർക്കൊക്കെ എയ്ഡ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തെന്നെ എഴുതിയേക്കണം, HIV ബാധിതയായ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക്, അങ്ങനെ തന്നെ എഴുതിയേക്കണം, എന്നാലേ കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ. മൂന്നാമത്തത് HIV ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള സൂചി അതേപോലെ നീഡിൽസും സിറിഞ്ചസും ഒക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ എയ്ഡ്സ് പകരാം. നാലാമത്തത് ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV അടങ്ങിയ രക്തവും അവയവവും സ്വീകരിക്കുന്നതിലൂടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമീൻ സാറിന് ഒരു ആക്സിഡൻ്റ് ആയി വിചാരിക്കും, ഓക്കെ, വിചാരിച്ചാൽ മതി, ഓക്കെ. അപ്പോൾ അമീൻ സാറിന് എന്തെങ്കിലും കുറച്ച് ബ്ലഡ് വേണം, അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ കൊടുക്കാം, ഓക്കെ, ഞാൻ വളരെ സന്മനസ്സുള്ള ഒരു നല്ല ഒരു മുത്തക്കി, ഓക്കെ, ഞാൻ പറയാം ഞാൻ കൊടുക്കാം. പക്ഷേ എനിക്ക് എന്തുണ്ടായിരുന്നു, എയ്ഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ രക്തത്തിൽ HIV കണ്ടന്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ അമീൻ സാർക്ക് ആ ബ്ലഡ് കൊടുത്താൽ അമീൻ സാർക്ക് എന്ത് കിട്ടും, എയ്ഡ്സ് കിട്ടും. അപ്പോൾ ഇതാണ് 4 മെത്തേഡ്. അതായത് ഈ 4 മെത്തേഡുകൾ ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളായ ഒരു ചെറിയൊരു കോൺസെപ്റ്റ്, ഒരു കഥ, ഒരു സിമ്പിൾ കഥ കേട്ടോ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാസിൽ സാർ കല്യാണം കഴിച്ചു വിചാരിക്കുക. കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, സെക്ഷലി കോൺടാക്റ്റിൽ ഏർപ്പെടും. അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഓക്കെ. എന്നിട്ട് ആ കുട്ടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പെണ്ണുങ്ങൾ ഗർഭിണിയാണല്ലോ, പെണ്ണുങ്ങൾ ഗർഭിണിയായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അവൾക്ക് കുറേ സൂചിയും സിറിഞ്ചൊക്കെ കുത്തി വെക്കേണ്ടി വരും, സ്വാഭാവികം. പിന്നെ ലാസ്റ്റ് ഡെലിവറിൻ്റെ സമയത്ത് അവൾക്ക് കുറച്ച് ബ്ലഡ് നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും. കാരണം അഥവാ ഇനി അവൾക്ക് ഇൻ കേസ് നല്ല ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അവളുടെ ബോഡിയിലേക്ക് തിരിച്ച് ബ്ലഡ് കയറ്റണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡും സംഘടിപ്പിക്കണം. ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രം ഓർത്താൽ മതി, ഓക്കെ. അപ്പോൾ ഫാസിൽ സാർ കല്യാണം കഴിച്ചു, അപ്പോൾ സ്വാഭാവികമായിട്ട് സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെടും. അതെ, അപ്പോൾ ത്രൂ സെക്ഷൽ കോൺടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, HIV ഉള്ള ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ, ഓക്കെ. പിന്നെ അവരെ പെണ്ണുങ്ങൾ ഗർഭിണിയാവാം, ഓക്കെ. അപ്പോൾ ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീച്ചേഴ്സ് രണ്ടാമത്തതും കിട്ടി. പിന്നെ സ്വാഭാവികമായിട്ടും ഗർഭിണിയായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, സൂചി സിറിഞ്ചൊക്കെ കുത്തിവെക്കും, കിട്ടി. മൂന്നാമത്തതും കിട്ടി. ഇതാ ഷെയറിംഗ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പൗണ്ട്സ്. പിന്നെ ലാസ്റ്റ് പെണ്ണ് ഗർഭിണിയാണ്, പ്രസവിക്കുന്ന സമയത്ത് കുറച്ച് ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും, യെസ്, കിട്ടി. ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV അടങ്ങിയ രക്തവും അവയവവും സ്വീകരിക്കുന്നതിലൂടെ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഓർത്ത് വെക്കുക. എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം, ഓക്കെ അല്ലേ? സെറ്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റ് ഇതാ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പ്രിന്റഡ് ആയിട്ടുള്ള സെന്റൻസ് തന്നെ അവിടെ എഴുതി കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളെ ഭാഷയിൽ എന്ത് ചെയ്താൽ മതി, ഒരു ഐഡിയക്ക് ഇങ്ങനെ എഴുതി കൊടുത്താലും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സാധനം അതിലുണ്ടായാൽ മതി, ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഇവിടുന്ന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം. അതായത് നിങ്ങളൊരു സുഹൃത്തിന് എയ്ഡ്സ് ഉണ്ടായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിട്ടി മിസ്സിന് എയ്ഡ്സ് ഉണ്ടായി വിചാരിക്കും, ഓക്കെ. അല്ല വേണ്ട, പ്രിട്ടി മിസ് പാവാണ്, സാധു, ഓക്കെ. അമീൻ സാറിനെ ആയിക്കോട്ടെ, അമീൻ സാർ ഇടയ്ക്കിടയ്ക്ക് യൂസ്. അമീൻ സാർക്ക് എയ്ഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അമീൻ സാറിനെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത് ശരിയോ തെറ്റോ? അങ്ങനെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ബാബുവിന് എയ്ഡ്സ് ഉണ്ടായി, ആരാ ബാബു, ആരെങ്കിലും ഒക്കെ ആവട്ടെ, ബാബുവിന് എയ്ഡ്സ് ഉണ്ടായി, ബാബുവിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നത് ശരിയോ തെറ്റോ? അപ്പോൾ നിങ്ങൾ എഴുതിയേക്കണം പൊട്ടത്തെറ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാബുവിനെ അങ്ങനെ ഒറ്റപ്പെടുത്തി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് അവൻ്റെ രോഗം മാറൂല. ഇനി രോഗം മാറൂല എന്ന് മാത്രമല്ല, ഈ മറ്റുള്ള ആളുകൾക്ക് എന്തില്ല, അവൻ്റെ അടുത്ത് രോഗം കിട്ടൂല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമീൻ സാറിന് എയ്ഡ്സ് ഉണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ അമീൻ സാറിനെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ അമീൻ സാർ അയ്യോ മൂപ്പർക്ക് എയ്ഡ്സ് ആണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട, മൂപ്പര് പോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ടച്ച്, ഷെയ്ക്ക് ആൻഡ് കഫ്, സ്നീസ്, അതായത് സ്പർശം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൊന്നും എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരില്ല. ജസ്റ്റ് അമീൻ സാറിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് എടുത്തു, എയ്ഡ്സ് പകരില്ല. അമീൻ സാർ ചുമച്ചു, തുമ്മി, എയ്ഡ്സ് പകരില്ല. ജസ്റ്റ് കെട്ടിപ്പിടിച്ചു, എയ്ഡ്സ് പകരില്ല. തൊട്ടു, എയ്ഡ്സ് പകരില്ല. എന്തിനേറെ പറയുന്നു സുഹൃത്തുക്കളെ, ഞാനും അമീൻ സാറും ഒരുമിച്ച് താമസിച്ചു, എയ്ഡ്സ് പകരില്ല. ഒരുമിച്ച് ആഹാരം പങ്കിട്ടു, എയ്ഡ്സ് പകരില്ല. ഞങ്ങൾ ഒരേ കുളത്തുനിന്നാണ് കുളിക്കണത്, ഇന്നാലും എയ്ഡ്സ് പകരില്ല. എന്തിനേറെ പറയുന്നു, ഒരേ ബാത്റൂം യൂസ് ചെയ്തു, സെയിം ടോയ്ലറ്റ്, ഇന്നാലും എയ്ഡ്സ് പകരില്ലേ? അപ്പോൾ നമ്മൾ സെയിം ടോയ്ലറ്റ് യൂസ് ചെയ്താലും, ഒരേ കുളത്തു നിന്ന് കുളിച്ചാലും, പിന്നെ അതേപോലെ തന്നെ ഒരേ പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിച്ചാലും, പിന്നെ ഒപ്പം കടന്നുറങ്ങിയാലും ഒന്നും എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരില്ല. പിന്നെ അപ്പോൾ ആകെ ഈ ഒരു 4 മെത്തേഡ്, സെക്ഷൽ കോൺടാക്റ്റും അതേപോലെ തന്നെ HIV ഇൻഫെക്റ്റഡ് ഫീച്ചേഴ്സ്, അങ്ങനെയൊക്കെ എന്തേ ഉള്ളൂ, എയ്ഡ്സ് പകരുള്ളൂ. അപ്പം ശരിക്കും നമ്മൾ എയ്ഡ്സ് ഉള്ള ഒരാൾ എന്ത് ചെയ്യേണ്ട, ഒറ്റപ്പെടുത്തേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, അതാ
ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെയും പാറ്റകളിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരില്ല. അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട പോയിന്റ് ഇതിൽ ഏതെങ്കിലും 2-3-4 പോയിന്റ് എഴുതി വെക്കുക. ഈ കാരണങ്ങൾ കൊണ്ടൊന്നും എയ്ഡ്സ് പകരില്ല. സോ അയാളെ ഒറ്റപ്പെടുത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രസ്താവന എന്താണ്, അല്ലെങ്കിൽ ബാബുവിനെ ഒറ്റപ്പെടുന്നത് അല്ലെങ്കിൽ അമീൻ സാർ ഒറ്റപ്പെടുന്നത് എന്താണ്, ലോക നമ്പർ 1 തെറ്റാണ്. ഓക്കെ, ശരിയല്ല, തെറ്റാണെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പോൾ എൻ്റെ മുത്തുകൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സീ യു സൂൺ, വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. ഗുഡ് ബൈ.